ഇന്ന് നമ്മുടെ അതിഥി മറ്റാരുമല്ല, നമ്മളുടെ എല്ലാം സ്വന്തം അൽഫോൺസ് ജോസഫ്. ഏറെ ബഹുമാനത്തോടെ, സന്തോഷത്തോടെ, ആദരവോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അൽഫോൺസ്. നമസ്കാരം. നമസ്കാരം. നമസ്കാരം അൽഫോൺസ്. So I feel that you are enjoying, അല്ലേ? തീർച്ചയായിട്ടും പാട്ട് ഒരു വലിയൊരു ഒരു ഘടകമാണ്. നമുക്ക് ഒരു ഭക്ഷണം കിട്ടിയില്ലെങ്കിലും പാട്ട് മതിയല്ലേ? മ്യൂസിക് ഒരു ഫുഡാണ് അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ അതുപോലെ ചേട്ടൻ്റെ ഒക്കെ എക്സ്പീരിയൻസ് പറയുമ്പോൾ അത് ഭയങ്കര ഒരു ബൂസ്റ്റിംഗ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു റിയൽ എക്സ്പീരിയൻസ് ആണല്ലോ. ആൻഡ് പിന്നെ ഇവിടുത്തെ പാട്ടുകാര് എന്തായാലും ഇത്രയും ദിവസം ഇവിടെ ഞങ്ങളോടൊപ്പം ഇരുന്ന് നമ്മുടെ പാട്ടുകാരെ എല്ലാം സന്തോഷിപ്പിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് നല്ല നല്ല പാട്ടുകൾ പാടിത്തരികയും കൂടി ചെയ്തു. ദാറ്റ് വാസ് ആൻ എക്സലന്റ് എക്സ്പീരിയൻസ്. കാരണം ദാറ്റ് വാസ് എന്താണ് ഒരു വലിയ അനുഭൂതിയായിരുന്നു എനിക്കൊക്കെ. ഒരു കാര്യം കൂടി പറയാനായിട്ട് ആഗ്രഹിച്ച നമ്മുടെ ഓർക്കസ്ട്രക്കാര്, ഐ റിയലി വോണ്ട് ടു അപ്രീഷിയേറ്റ് ഈച്ച് വൺ കേട്ടോ. സ്പെഷ്യലി കോർഡിനേറ്റ് ചെയ്യുന്ന അദ്ദേഹത്തെ പ്രത്യേകം ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പിന്നെ എനിക്ക് ഒത്തിരി നൊസ്റ്റാൾജി ഉണ്ട് ഇവിടെ അമൃതയിൽ വരുമ്പോൾ. ആദ്യത്തെ സൂപ്പർ സ്റ്റാർ മുതലുള്ള പലരും ഞാൻ ഇവിടെ വെച്ച് കാണുന്നു. അപ്പോൾ എല്ലാത്തിലും സന്തോഷമുണ്ട്. സോ താങ്ക് യു അൽഫോൺസ്. ഇന്ന് നമുക്ക് വേണ്ടി ഗാനങ്ങൾ ആലപിക്കാൻ ഇവിടെ എത്തുന്നത് അരവിന്ദ് ആർ നായർ. ഏറെ സ്നേഹത്തോടെ ആ സഹോദരനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അരവിന്ദ്. നമസ്കാരം അരവിന്ദ്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. നമസ്കാരം ചേട്ടാ. അൽഫോൺസ്, ഇദ്ദേഹം ഇളയരാജ സാറിന്റെ ഒരു കടുത്ത ആരാധകനും എന്ന് വേണ്ട, അദ്ദേഹമാണ് എല്ലാം. ഞാനൊരു ഭയങ്കര ആരാധകരാണ് രാജ സാറിന്റെ. ചെറുപ്പത്തിൽ ഇങ്ങനെ എല്ലാ പാട്ടും ഇങ്ങനെ വിടാതെ കേട്ട് എഴുതുമായിരുന്നു നോട്ട്സ് ഒക്കെ പാട്ടുകളുടെ. അതൊരു പഠനമായിരുന്നു ശരിക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സുകൊണ്ട് വളരെ സന്തോഷമാണ് ശ്രീയേട്ടാ. കാരണം ഇവിടെ വന്നിട്ട് ഞാൻ ഒരുപാട് പുതിയ ആൾക്കാരായിട്ട് ഐ കുഡ് കീപ്പ് റിലേഷൻ. നല്ല സുഹൃത്ത് ബന്ധങ്ങളും നല്ല ആൾക്കാരും. സോ കുറേ പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. പിന്നെ എൻ്റെ കുറേ വെൽ വിഷേഴ്സ് ഉണ്ട്. സോ ദേ ആർ വെരി ഹാപ്പി. അരവിന്ദിന് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടണമെന്ന് ശരിക്കും പ്രാർത്ഥിക്കുന്ന കുറേ കൂട്ടം ആൾക്കാർ. സോ അവർ ഹാപ്പി ആവുന്ന കാണുമ്പം മനസ്സിൽ എനിക്കൊരു ഹാപ്പിനെസ്. അൽഫോൺസ് കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടാ, ഒരു കിടുവാണ്. പാടും. ഇന്ന് ഏത് പാട്ടാണ് പാടുന്നത്? ഞാൻ നിലാമലരെ നിലാമലരെ എന്ന സോങ്, ഡയമണ്ട് നെക്ലസ്. ഓക്കെ, അപ്പം തകർക്കൂ. ശരി, ദൈവം സഹായിച്ചു. താങ്ക് യു. നിലാമലരെ നിലാമലരെ പ്രഭാകിരണൻ വരാറായി. നിലാമലരെ നിലാമലരെ പ്രഭാകിരണൻ വരാറായി. സുഗന്ധം മായല്ലേ മരന്തം തീരല്ലേ കെടാതെ നാളമേ നാളമേ ആളു നീ. നിലാമലരെ നിലാമലരെ പ്രഭാകിരണൻ വരാറായി. ജലഗണം
പകരുമോ നീ ഒരു നറുമൊഴി അതുമതി നീ ഈരൻ കാറ്റിൽ പാറി ജീവോന്മാദം ചൂടി പോരു പൂവിതളി നിലാമലരെ നിലാമലരെ പ്രഭാകിരണൻ വരാറായി ശലഭമേ വരൂ 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 നിമിഷ ശലഭമേ മധുനുകരു ഇനി ഉദയ കിരണമേ കനകമണിയു നീ ജനലരികളിൽ കുറുകുമോ കിളി ഒഴുകുമോ നദി മറുവിലുമിനി ഏതോ തെന്നൽ തേരിൽ മാറിപ്പോവും ചൂടി പോരു കാർമുകിലേ നിലാമലരെ നിലാമലരെ പ്രഭാകിരണൻ വരാറായി നൈസ് നൈസ്. നല്ലൊരു പാട്ട്, ബ്യൂട്ടിഫുൾ സോങ്, നല്ല സെലക്ഷൻ, നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു ചേട്ടാ. എന്താ പറയുക, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഒരു റെൻഡിഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഒറിജിനൽ പാടിയിരിക്കുന്ന അത് ആളുടെ വേറൊരു മൂഡിൽ ചെയ്തിരിക്കുന്നു. ഇതൊരു വ്യത്യസ്തമായിട്ട് പാടാനായിട്ട് ശ്രമിച്ചു.